റോഷ്നി നിലവിൽ ഇപ്പോൾ താൽക്കാലികമായ ജനറേറ്റർ സംവിധാനത്തിലൂടെ കറണ്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ താൽക്കാലികമായി നേരത്തെ തന്നെ ജനറേറ്റർ സംവിധാനം ഒരുക്കിയിരുന്നു. കറണ്ട് വന്നിരിക്കുന്നു. താൽക്കാലികമായി ആശ്വസിക്കാം. ഈ കൂട്ടിരിപ്പുകാർക്കും അകത്തുള്ള രോഗികൾക്കും താൽക്കാലികമായി ആശ്വസിക്കാം. താൽക്കാലികമായി ഇപ്പോൾ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇനി അകത്തേക്ക് നമുക്ക് കൂടുതൽ രോഗികൾ ഉള്ള ഭാഗത്തേക്ക് പോകാം. എന്തായാലും അകത്ത് നിന്നാണ് ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടത്. അകത്ത് ഉള്ള രോഗികൾക്കോ മറ്റാർക്കെങ്കിലുമോ ഈ പവർ തടസ്സം മൂലം, ഇലക്ട്രിസിറ്റി തടസ്സം മൂലം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും അടിയന്തര ചികിത്സ നൽകേണ്ട സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ സാഹചര്യം പരിഹരിച്ചിരിക്കുന്നു. ജനറേറ്റർ താൽക്കാലികമായി കറണ്ട് എത്തിച്ചിരിക്കുന്നു. എന്തായാലും ഇനി അകത്ത്, അതായത് അകത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തായാലും അകത്ത് എൻ്റെ മോള് കിടക്കുന്നു. സംസാരിക്കുന്ന എങ്ങനെ ഇത് കണ്ടില്ലേ, കറണ്ടും ഇല്ല, ഒന്നും ഇല്ല. അങ്ങനെ സംസാരിക്കാന് കൊച്ചിനെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം. ഞങ്ങൾക്ക് ടെൻഷനില്ലേ അകത്ത്. എന്തായാലും ഉമേഷ്, വൈകിയാണെങ്കിലും വൈദ്യുതി എത്തി എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്നവരിൽ പലരും രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ളവരാണല്ലോ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നാണ്. അവരെ അകത്തേക്ക് കടത്തിവിടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും നമ്മൾ ഇപ്പോൾ അകത്ത് ആശുപത്രിയിൽ കഴിയുന്നവരുടെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ചേച്ചി, ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇതിന് പോയില്ലെന്ന് വരത്തില്ല, പക്ഷെ ഇനി പോവല്ല. ഞങ്ങൾ സാറിനോട് അതാണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി പോവല്ല. ഇനി ഒരിക്കലും ഈ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. 5 മണിക്കൂർ പിന്നെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് നിങ്ങളുടെ എല്ലാം ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാം സമാധാനത്തിരിക്കാം പറയാം. ഇനി ഒരുപാട് പേര് പുറത്ത് വിഷമത്തിലാണ്. അവരോടെല്ലാം സമാധാനം. ഏറ്റവും വലിയ